ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ വചനം 1 യോഹന്നാൻ 2:25. 1 യോഹന്നാൻ 2:25. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അതായത് സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു വാഗ്ദത്തം, പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരേ ഒരു വാഗ്ദത്തം നിത്യജീവനാണ്. അതായത് മരിച്ചവരെ ജീവിപ്പിക്കുക, മരിച്ചവർക്ക് ജീവനെ കൊടുക്കുക. എങ്ങനെ മരിച്ചവർക്ക്? പണ്ട് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരേ ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ. 6000 വർഷത്തെ ചരിത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ. ഒരൊറ്റ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയും ആ മനുഷ്യൻ പാപം ചെയ്ത് അവൻ ദൈവത്തിൻ്റെ ജീവനിൽ മരിച്ചു. അവൻ എന്താണ്? ഇരുട്ടായിട്ട് തീർന്നു. ദൈവം വെളിച്ചമാണ്, വെളിച്ചമില്ലാത്തവൻ ഇരുട്ടായിട്ട് തീർന്നു. ആ ഇരുട്ടായിട്ട് തീർന്ന മനുഷ്യന് യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ വെളിച്ചമില്ലാതായിപ്പോയ മനുഷ്യർക്ക്, ഇരുട്ടായിപ്പോയ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ വെളിച്ചവുമായിട്ട് യേശുക്രിസ്തു വന്നു. അത് അവനിൽ കൊണ്ടുവന്ന ആ ജീവൻ നമ്മളിലേക്ക് വരേണ്ടതിന് അവൻ്റെ ശരീരം ഉടച്ചു കളയണമായിരുന്നു. അങ്ങനെ യേശുക്രിസ്തു തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം യാഗം കഴിച്ചപ്പോൾ ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ പ്രാപിക്കണം എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ദൈവത്തിനുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, എന്ന് വെച്ചാൽ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചെന്ന്. അപ്പോൾ നമുക്കെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, തൻ്റെ ഏകജാതനായ പുത്രനിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ, ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കണം. ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ ബൈബിൾ കൊണ്ട് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നുള്ളൂ, നിത്യജീവനെ പ്രാപിക്കുക. എന്നാൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? വിശേഷാൽ ഞാൻ ഈ ചെറിയ ചെറിയ സന്ദേശങ്ങളിടുന്ന വിശേഷാൽ പെന്തക്കോസ്തൽ അനുഭവത്തിലേക്ക് വന്നവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒരു പെന്തക്കോസ്തൽ അനുഭവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവിക്കുക, ആദമിൻ്റെ പാപത്തിൽ മരിച്ച് ഉയർത്തെഴുന്നേക്കുന്ന ഈ സ്നാനത്താൽ ദൈവം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് പെന്തക്കോസ്തൽ അനുഭവം എന്ന പേരോടുകൂടി നമ്മൾ പുതിയ നിയമത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്. അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്, കൃപാവരങ്ങളുണ്ട്. അത് എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളുമല്ല, വ്യത്യസ്തമായിരിക്കുന്ന അളവിൽ വ്യത്യസ്തമായിട്ട് അവർക്ക് നൽകിക്കൊടുത്തുകൊണ്ട് സഭ ഒന്നിച്ച് ചേരുമ്പോഴാണ് ആ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണത സഭയിൽ ഉണ്ടായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നിത്യജീവനെ നൽകി തരുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് യാഗം കഴിച്ചു. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇനി എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ഓട്ടവും നമ്മുടെ ആഗ്രഹവും അതുമാത്രമാണോ? അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഓടുന്നത്? അല്ല. നമ്മുടെ ഇന്നത്തെ പെന്തക്കോസ്തൽ അനുഭവത്തിലേക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ കാണുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തെ ലോകത്തിലേക്ക് തിരിക്കുന്ന ഉപദേശിമാരുടെ പ്രസംഗം കേൾക്കുവാൻ അനേക ആൾക്കാർ ഒഴുകിപ്പോവുകയാണ്. അവിടെ എന്താണ്? തമ്പടിക്കുകയാണ്. ഇതെത്ര ദിവസം വേണമെങ്കിലും ഈ ദൂത് കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവം നമുക്ക് നൽകി തരുന്ന കാര്യങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് യേശുക്രിസ്തു എന്ന നിർമ്മലനും നമ്മുടെ കർത്താവുമായിരിക്കുന്നവനിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയെ മാറ്റിക്കളഞ്ഞ്, നമ്മുടെ നിത്യജീവനിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ മാറ്റിക്കളഞ്ഞ് ഈ നശിച്ചു പോകുന്ന ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കുന്ന പെന്തക്കോസ്തൽ ഉപദേശിമാരെ കൊണ്ട് ഇന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ഇടാം. അപ്പോസ്തലന്മാരെല്ലാം കഷ്ടം സഹിച്ചോടി. അവർ ഭൂമിയെ ചവറുന്നെണ്ണി, അവരുടെ അധികാരങ്ങളെ വേണ്ട എന്ന് വെച്ചു. പൗലോസ്ലീഹ പോലും താൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാളിൽ അവനെല്ലാം ചവറുന്നെണ്ണി എന്നാണ് എഴുതിയിരിക്കുന്നത്. താൻ ആ യഹൂദ മതപ്രകാരം തന്നിലുണ്ടായിരുന്ന സകല ഉന്നത ഭാവങ്ങളെയും ആ യഹൂദ മതത്തിൽ തനിക്ക് കിട്ടിയ എല്ലാ ബഹുമതികളെയും അവൻ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടു, കത്തിക്കാനുള്ള പാത്രത്തിൽ കൊണ്ടിട്ടു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞപ്പോൾ ഇതെല്ലാം അവന് വേസ്റ്റായിട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പെന്തക്കോസ്തൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞെന്ന് പറയുകയും ഈ ലോകത്തിന് വേണ്ടി പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെ പ്രസംഗിക്കുകയും ചെയ്യുന്ന തെറ്റായിരിക്കുന്ന വചനം പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നഷ്ടമുണ്ടോ? ദൈവത്തിന് നഷ്ടമൊന്നുമില്ല. കാരണം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഈ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനം അന്നും ഇന്നും ലോകാവസാനം വരെയും ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പരവോളം ഭൂമിയിലുണ്ട്. അവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ലോകത്തിൻ്റെ സ്നേഹം പറയുന്ന ഒരൊറ്റ വ്യക്തിയും ഇതിന് മുകളിലേക്ക് ഉയരത്തില്ല. അവർക്കിവിടെ സമ്പത്തുണ്ട്, ഇവിടെ ബഹുമാനമുണ്ട്,
ഇവിടെ എന്താണ്, നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ പൗരോഹിത്യത്തിൻ്റെ അനുഭവത്തിലാണ് ഇന്ന് പാസ്റ്റേഴ്സ് ജീവിക്കുന്നത്. അവർ പുറമേ കുപ്പായം ഇട്ടില്ലെങ്കിലും അകം അവർ പൗരോഹിത്യ കുപ്പായം ഇട്ടാണ് അനേക പാസ്റ്റർമാരിവിടെ ശുശ്രൂഷിക്കുന്നത്. പക്ഷേ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈ ലോകമാണ്. ചിലർക്ക് പണം വേണ്ട, ചിലർക്ക് മഹത്വം മതി, ബഹുമാനം മതി. അതിനുവേണ്ടി അവർ എത്ര പൈസ കൊടുക്കും? ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വസ്തുവകളെല്ലാം വിറ്റ് അദ്ദേഹം ഒരു സെൻട്രൽ പാസ്റ്ററാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തറിയാമോ? തൻ്റെ വസ്തുവെല്ലാം വിറ്റ് കൊച്ചു കൊച്ചു സഭകൾ അവിടെയുള്ളവർക്കെല്ലാം പൈസ കൊടുത്ത് തൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്ര നമ്പേഴ്സ് ഉണ്ടല്ലോ സെൻട്രൽ പാസ്റ്റ് ആകാൻ അവിടെ ഒക്കത്തുള്ളൂ, ഒരു സെൻറ്ററിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം അങ്ങുന്നും ഇങ്ങുന്നൊക്കെ കൊച്ചു കൊച്ചു പാസ്റ്റർമാരെ 2-3 പേരുള്ള കൂട്ടായ്മകളൊക്കെ അവർക്കൊക്കെ എന്താണ് 1000കണക്കിന് 10000കണക്കിന് രൂപയൊക്കെ കൊടുത്ത് തൻ്റെ കൂടെ നിർത്തി, കണ്ടോ ഞങ്ങൾക്ക് ഇതുണ്ട്, ഇനി ഞാൻ സെൻട്രൽ പാസ്റ്റ് ആകാമെന്ന് പറഞ്ഞ് സെൻട്രൽ പാസ്റ്റിൻ്റെ പദവി പറ്റിയ പാസ്റ്റർമാരെ എനിക്കറിയാം. പ്രിയപ്പെട്ടവരുടെയൊക്കെ ആത്മീയ ജീവിതം തകർന്നു പോവുകയാണ്. ഇതാണോ ക്രിസ്ത്യ ജീവിതം? അല്ല. അപ്പോൾ ഞാൻ ഇതെന്താ പറയുന്നത്, നമ്മൾ ചിന്തിക്കാൻ പറ്റും. ആരോടും ദേഷ്യമൊന്നുമില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യം നമ്മൾ പറയണമല്ലോ. എന്നാൽ നോക്കുവിൻ, ഇവിടെ അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അപ്പോൾ നിത്യജീവൻ എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് യേശുക്രിസ്തു മരിച്ചത്. യഥാർത്ഥത്തിൽ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ. മറ്റൊരു ഉദ്ദേശവും ക്രൂശീകരണത്തിനില്ല. ഈ ഭൂമിയിലെ സകല സമ്പൽ സമൃദ്ധിക്കും, ഈ ഭൂമിയിലെ സകല ശത്രു സംഹാരത്തിനും, ഈ ഭൂമിയിൽ നമ്മളെ വാലല്ല തലയാക്കേണ്ടതിനും ക്രിസ്തു മരിക്കേണ്ട. അതിന് ന്യായപ്രമാണം മതി. ന്യായപ്രമാണം നോക്കിയേ, വായിച്ച് നോക്കിയേ, ആ വാക്കുകളെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് അനുസരിക്കുന്നുവെങ്കിൽ ആ ന്യായപ്രമാണത്തിലുള്ള സകലതും യഹൂദന്മാർക്ക് മാത്രമല്ല നമുക്കും കിട്ടും. അതിനുവേണ്ടി ക്രിസ്തു മരിക്കണോ പ്രിയപ്പെട്ടവരെ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ കുഞ്ഞിനെ ഗൾഫിൽ അയക്കാൻ ക്രിസ്തു മരിക്കണമായിരുന്നു? വേണ്ട. നമ്മുടെ കടം മാറ്റുവാൻ ക്രിസ്തു മരിക്കണമായിരുന്നോ? വേണ്ട. ക്രിസ്തുവില്ലാത്തവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കടം വീട്ടുന്നുമുണ്ട്. എന്നാൽ നമ്മൾ പലരും തകർന്ന ജീവിതം കൊണ്ടാണ് യേശുക്രിസ്തുവിലേക്ക് വരുന്നത്. അതേവരെ അവർ ദൈവത്തെ അന്വേഷിക്കാറില്ല. പക്ഷേ യേശുക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതത്തിൽ അവരുടെ തെറ്റായിരിക്കുന്ന വഴികളോ കടബാധ്യതകളോ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യജീവനായിട്ടാണ് കടന്നു വന്നെങ്കിൽ ആ പഴയകാല ജീവിതത്തിൻ്റെ കുറവുകളെ കർത്താവ് തീർത്തു തരും. അല്ല, കടം വീട്ടാനായിട്ടാണ് വരുന്നതെങ്കിൽ നീ പുതിയ അനുഭവത്തിലേക്ക് പോകും, വേറൊരു അനുഭവത്തിലേക്ക് പോകും. യേശുക്രിസ്തുവിനോട് കൂടെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യേശുക്രിസ്തുവിനോട് ജീവിക്കുക. നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നാം അവനോട് കൂടെ ജീവിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഈ നിത്യജീവൻ എന്ന് പറയുന്ന കാര്യം. അത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവരാരും അവനുള്ളവരല്ല. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരൊക്കെയും ക്രിസ്തുവിനുള്ളവരാണ്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ വരുവാനിരിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത സംവത്സരങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ യുഗങ്ങളായിട്ട് യുഗങ്ങൾ എണ്ണിയാലും തീരുവാൻ കഴിയാത്ത നിത്യജീവിതത്തിലേക്ക് നമ്മളെ പ്രവേശിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് വേണം. ഈ നിത്യ ആത്മാവിനെ, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. മറ്റൊരു ലക്ഷ്യം ക്രൂശീകരണത്തിനില്ല പ്രിയപ്പെട്ടവരെ. അല്ലാതെ പഠിപ്പിക്കുന്ന എല്ലാ ഉപദേശിമാരും വഞ്ചിക്കുക നമ്മളെ. എന്നിട്ട് താഴെ എന്താ എഴുതിയിരിക്കുന്നറിയാമോ? ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കും. അപ്പോൾ ഞാനിത് എഴുതാൻ, ഈ വചനം ഇങ്ങനെ എഴുതാൻ കാര്യം എന്തറിയാം? നിങ്ങളെ അനേക പേര് വന്ന് തെറ്റിക്കുന്നുണ്ട്. കുഞ്ഞ യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും, കഷ്ടം സഹിക്കേണ്ട, നിന്നെ ഏൽക്കണ്ട, നിന്നെ അവൻ എന്താണ് സമൂഹത്തിൽ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിന്നെ അങ്ങ് മാനിക്കും. ഇതൊന്നും ക്രിസ്തു വെച്ചില്ല. അപ്പോസ്തലന്മാരെ ആരെയും മാനിച്ചില്ല. ഒരൊറ്റ അപ്പോസ്തലന്മാരും തൻ്റെ മരണം വരെയും, യോഹന്നാൻ ഒഴികെ എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികൾ, അവരെ ആരും ബഹുമാനിച്ചില്ല. ലോകം അവർക്ക് യോഗ്യമായിരിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞു, ലോകം എന്നെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. ലോകം നമ്മളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. കാരണം ലോകത്തിൻ്റെ ബഹുമാനം അവനുള്ളതാണ്. യേശുക്രിസ്തുവിനോട് പറഞ്ഞു, വീണ് എന്നെ നമസ്കരിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിനക്ക് തരാം. അപ്പോൾ എന്താണ്? ലോകത്തിൻ്റെ മഹത്വത്തിനും ലോകത്തിൻ്റെ അധികാരത്തിനും ലോകത്തിലെ ബഹുമാനത്തിനും വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിത്യജീവനെ തള്ളിക്കളഞ്ഞ, നിത്യജീവനും അതും കൊണ്ട് ഒന്നിച്ച് ചേരത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ വചനത്തെ നമ്മൾ കൂടുതൽ ഗ്രഹിക്കാം. ഇതാകുന്നു അവൻ നമുക്കെന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരോർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ കഴിയത്തില്ല, ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം എന്നെ വിളിച്ചിരിക്കുന്നത് നിത്യജീവനാണ്, നിത്യതയിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇനി ആരും ആ കാര്യത്തിൽ ആരും ഉപദേശിക്കേണ്ടതാണ് അവിടെ ഇരിക്കുന്നത്, അല്ല മറ്റു ഉപദേശങ്ങൾ വേണ്ടെന്നല്ല. എന്നുവെച്ചാൽ എന്നിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നിന്നിലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിന്നോട് സാക്ഷ്യം പറയും, നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ നിന്നിൽ വസിക്കുന്നത്. എഫെസ്യർ 11 നിങ്ങളുടെ ഉള്ളത്തിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കില്ല, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിൽ നിങ്ങൾക്ക് മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രവേശിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾക്കല്ല, വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ മുദ്രയാണ്. ഈ പരിശുദ്ധാത്മാവുണ്ട്, ഇതൊരു പാസ്സായി, ആ പാസ്സില്ലാതെ നമുക്ക് അവിടെ പ്രവേശിക്കാനൊക്കത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ തന്നതിനാണ് സ്വർഗീയ വാസത്തിന് വേണ്ടിയിട്ടാണ്.
അതിനുവേണ്ടിയാണ് കർത്താവ് കഷ്ടം സഹിച്ചത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ നിത്യത എവിടെയാണ്. ആ കാര്യത്തിൽ ഇനി ആരും നിങ്ങളെ തെറ്റിക്കല്ല. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എൻ്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരും. ഞാൻ അവനോട് തേജസ്കരിക്കപ്പെട്ട ശരീരമായിട്ട് അവനോട് കൂടി ഉയർന്നു പോകും. അവനോട് കൂടി ഞാൻ എന്നേക്കും ജീവിക്കും. അവൻ ഭൂമിയിൽ 1000 ആണ്ട് ജീവിക്കുമ്പോൾ ഞാനും അവനോട് കൂടെയുണ്ട്. അതിനുശേഷം ലോകാവസാന ശേഷം അവൻ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ഞാനും അവനോട് കൂടെയുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇനി ഒരിക്കലും പിരിയത്തില്ല. ഇനി എൻ്റെ മേൽ മരണമില്ല. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ചോദിപ്പാൻ തക്കവണ്ണം നമ്മൾ ന്യായപ്രമാണത്തെ ക്രിസ്തു വെച്ചുള്ള വിശ്വാസത്താൽ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ മെസ്സേജായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചു. ആ ക്രൂശിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അനുഭവിച്ച പരമയാഗത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനിൽ യേശുക്രിസ്തുവിൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപസംബന്ധമായിട്ട് മരിച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമുക്കെല്ലാവർക്കും പാപമോചനം നൽകി തരുവാൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ, ദൈവത്തിൻ്റെ ജീവനെ പ്രാപിക്കുവാൻ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് ഓരോരുത്തർക്കും തന്നു. ലോകത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ആദമിൻ്റെ മക്കളായിരിക്കുന്ന പാപികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തന്നു. ഈ കല്ലിനെയും മരത്തിനെയും അല്ല കർത്താവ് സ്നേഹിച്ചത്, പിന്നെന്താണ്? നമ്മളെ. ഈ ലോകത്തെ എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ മക്കളായിരിക്കുന്ന പാപിയായിരിക്കുന്ന ജീവൻ നഷ്ടപ്പെട്ടു പോയ ആദം പാപം ചെയ്യുന്ന ആളിൽ അവൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു, അവൻ ഇരുട്ടായിട്ട് തീർന്നു. ആ ഇരുട്ടായിട്ട് തീർന്ന മനുഷ്യരെ പ്രകാശം എത്തിക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. അവനെപ്പറ്റി യോഹന്നാൻ തന്നെ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ കീഴടക്കിയില്ല. അപ്പോഴെന്താണ്? ഇരുട്ടായിരുന്നു നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ദൈവത്തിൻ്റെ നിത്യാത്മാവിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് തരുവാൻ യേശുക്രിസ്തു സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് അതിന് ശത്രുതമായിരുന്ന പാപത്തിൽ നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ എനിക്കെയും എൻ്റെയും നിൻ്റെയും പാപങ്ങളെ ചുമന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് അതിൻ്റെ ശിക്ഷയേറ്റ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് വഴി അവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനമേക്കുക എന്നാണ് കേട്ടോ. കാരണം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനമേക്കുക എന്ന് തന്നെ എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ വിശ്വസിച്ചാൽ സ്നാനമേക്കുന്നതാണ്. വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കും. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിക്കുന്നത് ഒന്നിച്ച് ജീവിക്കാനാണെങ്കിൽ ആ സ്നേഹത്താൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനൊക്കത്തില്ല, വിവാഹത്താൽ അല്ലാതെ അവർക്ക് ഒന്നിച്ച് ലീഗലി ജീവിക്കാനൊക്കത്തതുപോലെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമെന്നാണ് എൻ്റെ പരിണിതമായിരിക്കുന്ന ഫലം. കാരണം ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൾ വിവാഹത്തിലേക്ക് വരുന്നതുപോലെ യേശുക്രിസ്തുവിനോട് നിത്യതയിലേക്ക് വാഴുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലാതെ യേശുവെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ഒരു ദൈവമല്ല. അല്ല പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ വാസം ചെയ്യാനൊക്കത്തില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധാത്മാവാണ് മുദ്രയിട്ടിരിക്കുന്നത്. ആ മുദ്രയാലാണ് നമ്മൾ അവിടെ സ്വർഗ്ഗത്തിൽ വാസം ചെയ്യുന്നത്. അതുകൊണ്ട് തെറ്റായിരിക്കുന്ന ഉപദേശങ്ങളും തെറ്റായിരിക്കുന്ന മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങളും നിർത്തി സ്നാനത്തെ വളരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കണം. എന്നാൽ പക്ഷേ പെന്തക്കോസ്ത് അനുഭവത്തിലൊക്കെ വന്നിരിക്കുന്ന സ്നാനമേറ്റവരാണ്. അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർ പറയുന്നു, നിങ്ങളിൽ പരിശുദ്ധൻ ഇരിപ്പുണ്ട്, പരിശുദ്ധൻ്റെ ആത്മാവ് ഇരിപ്പുണ്ട്. ആരും ഇനി നിത്യജീവനെപ്പറ്റി നിങ്ങളോട് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ വാഗ്ദത്തം നിത്യജീവനാണ്. അതിനെപ്പറ്റി നിങ്ങളോട് ഇനി ആരും ആ നിത്യജീവനിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ഈ ലോകത്തോടെ പോരാടുവാൻ. നമുക്ക് ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ദൈവം തരുന്നില്ല പ്രിയപ്പെട്ടെ, തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മുട്ടങ്കി വർഗീസ് 16 ദിവസം പട്ടിണിക്ക് കിടന്ന് എന്തിനാണ്? ദൈവത്തിന് എന്തുകൊണ്ട് അവനെ സഹായിക്കാൻ കഴിയാൻ? ആരും എന്നെ അവനൊന്നും കൊടുക്കാഞ്ഞ് ചോദ്യങ്ങൾ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മുട്ടങ്കി വർഗീസ് അപ്പച്ചൻ 16 ദിവസം പട്ടിണി കിടന്നാലേ അഴലേറും ജീവിത മരുവിലെന്നുള്ള പാട്ടുണ്ടാകത്തുള്ളായിരുന്നു. ആ പാട്ട് പാടി ഇന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നുണ്ട്, ആശ്വസിക്കുന്നുണ്ട്. ഈ ആശ്വാസഗീതം ഉണ്ടാകണമെങ്കിൽ അവനെ പട്ടിണി കിടണമായിരുന്നു. അല്ല, ദൈവത്തിന് തന്നെ അവന് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തവനാണോ? കാക്കയെ കൊണ്ട് ഏലിയാവിന് കൊടുത്തവൻ ഇവന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. ഈ പാട്ടുണ്ടാകണമെങ്കിൽ ഈ കഷ്ടത്തിൽ കൂടെ അവന് പോകണമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരമായിരിക്കുന്ന ഏത് കഷ്ടങ്ങളിലും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. നമ്മൾ ചെയ്ത പാപത്തിലുള്ള കഷ്ടമല്ല, ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അതിപ്പം മനസ്സിലാകുന്നില്ലെങ്കിൽ നാളെ മനസ്സിലായിട്ട് വരും. അപ്പോൾ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ഈ വചനം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ടും കേൾക്കണം. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ഷെയർ ചെയ്യണം. ഇതെൻ്റെ മഹത്വത്തിന് വേണ്ടിയോ എന്നെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഈ പ്രകാശവും നിത്യജീവനെ മുറുകെ പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എഴുതുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നേ കർത്താവ് നമ്മളെ യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ വചനം കേൾക്കുന്ന, എൻ്റെ വായിൽ നിന്ന് ഈ പ്രസംഗം കേട്ട, ഈ ചെറിയ ശുശ്രൂഷ കേട്ട എല്ലാവരും നമ്മൾ ഒന്നിച്ച് സ്വർഗ്ഗത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കൂടെ എന്നേക്കും ജീവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.